എഗ് ആൻഡ് ചീസ് സാൻഡ്വിച്ചാന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു വിചാരം ഉണ്ടാവും. സിമ്പിളായിട്ട് ഓംലെറ്റ് ഉണ്ടാക്കി ബ്രെഡിനകത്ത് ഓംലെറ്റും ചീസും കൂടെ വെച്ചുണ്ടാക്കുന്ന ഒരു സാൻഡ്വിച്ചാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഇതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് സവോളയും പച്ചമുളകും കൂടെ സ്മോൾ പീസസ് ആയിട്ട് അരിഞ്ഞ്, പിന്നെ അതിന് രാവിലത്തെ ദേഷ്യം തീരുന്നത് വരെയും അതിനെ ഒന്ന് പീസുകളാക്കി ചോപ്പ് ചെയ്തെടുക്കാം. ഇതൊരു ഫുള്ളി ലോഡഡ് സാൻഡ്വിച്ചാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഓൺലി 2 eggs. ഒരു ചെറിയ ടേബിൾ സ്പൂണോളം മല്ലിയിലയും കൂടെ നമുക്ക് കുത്തിയരിയാം. ഇനി ഇതെല്ലാം നമുക്ക് എഗ്ഗിലോട്ടിടാം. എഗ്ഗ് അടിക്കാനായിട്ട് വിസ്കിനെക്കാട്ടും നല്ലത് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത് ഫോർക്കാണ്. ഇത് നല്ലതുപോലെ ഒന്ന് പതപ്പിച്ചടിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള സോൾട്ട് ഇട്ട് ഓംലെറ്റ് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പാണ് ഇത്. ഒരു ടേബിൾ സ്പൂണോളം പാലൊഴിക്കുക. ഭയങ്കര ഫ്ലഫി സോഫ്റ്റ് ഓംലെറ്റായി മാറും. എന്നിട്ട് ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്യുക. നല്ല ഫ്ലഫി സോഫ്റ്റ് ഓംലെറ്റായിട്ട് മാറും. പാൻ ചൂടാവുമ്പോൾ നമുക്ക് ബട്ടർ ഇട്ട് മെൽറ്റ് ചെയ്യാം. ഇനി എഗ് മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. പകുതി ആദ്യം ഒഴിക്കാം. സ്പ്രെഡ് ചെയ്തിട്ട് ഈ ബ്രെഡ് ഒന്ന് മുക്കിയെടുക്കാം. 1 സൈഡ് മുക്കി, സെക്കൻഡ് സൈഡ് മുക്കി. ഇനി ഇതിൻ്റെ മുകളിലോട്ടൊക്കെ ഇച്ചിരി ബ്രെഡ് ഒഴിച്ചു കൊടുക്കാം. കവർ ചെയ്യാം. നെക്സ്റ്റ് ചീസ് സ്ലൈസ് ഇതിനകത്തോട്ട് വെച്ചാൽ ഇനി ഈ പീസ് ഇങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് ഇവനെ എൻക്ലോസ് ചെയ്യാം. കണ്ടോ ഇവൻ്റെ ഒരു ലുക്ക്? തിരിച്ചും മറിച്ചും ഇട്ട് ഇവനെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചീസൊക്കെ അങ്ങനെ മെൽറ്റ് ചെയ്ത് കിടക്കുന്നത് കണ്ടില്ലേ? ഫുള്ളി ലോഡഡ് ആയ ഒരു ചീസ് ആൻഡ് എഗ് സാൻഡ്വിച്ച് റെഡിയാണ്. ഇനി നമുക്കിത് പ്ലേറ്റ് ചെയ്യാം. ഈ ഒരു സാൻഡ്വിച്ച് മതി ഒരു ദിവസം നല്ലതുപോലെ പോകാനായിട്ട്. ട്രൈ ഇറ്റ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ലെറ്റ്സ് സീ ഹൗ ദ ഇൻസൈഡ് ലുക്സ്. നല്ല ഗൂയി എഗ് ആൻഡ് ചീസ് മസാല സാൻഡ്വിച്ച് റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.